അംശുയുടെ മറ്റു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈരളി ന്യൂസിൽ. പ്രധാന വാർത്തകൾ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. Azure Builders, building beyond blue. മുംബൈയിൽ വലിയ രാഷ്ട്രീയ മാറ്റം. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി BJP-യിൽ നിന്ന് BMC മേയർ. BJP കോർപ്പറേറ്റർ റിതു താവ്ഡെ എതിരില്ലാതെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. സ്ഥാനമാറ്റത്തിന് പിന്നാലെ മുംബൈയിലെ പാതയോരങ്ങളിലെ അനധികൃത കച്ചവടക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പുതിയ മേയർ. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയറായി BJP നേതാവ് റിതു താവ്ഡെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ശിവസേന ഉദ്ധവപക്ഷം എതിരാളിയെ മത്സരിപ്പിക്കാതിരുന്നതോടെ തെരഞ്ഞെടുപ്പ് എളുപ്പമായി. 4 പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് BJP-യിൽ നിന്നും മുംബൈ മേയർ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇതോടെ BMC-യിൽ താക്കറെ കുടുംബത്തിന്റെ 25 വർഷത്തെ ആധിപത്യത്തിന് വിരാമമായി. മുംബൈയിലെ പുതിയ മേയറെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് അഭിനന്ദിച്ചു. श्रीमती रितु तावड़े एक अनुभवी इस प्रकार की नगर सेविका है. उनको महानगर पालिका के प्रशासन की भी समझ है, जनता की नब्ज को भी वो जानती है. ജനാധിപത്യത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് പൗരസമിതിയെന്നും ഫഡ്നാവിസ് പറഞ്ഞു. ഗാഡ്കോപ്പർ വെസ്റ്റിൽ നിന്ന് 3 തവണ കോർപ്പറേറ്റായ 53-കാരിയായ റിതു താവ്ഡെ പൗരഭരണ രംഗത്ത് ദീർഘപരിചയമുള്ള നേതാവായി അറിയപ്പെടുന്നു. അതേസമയം മറാഠി വോട്ടുകളുടെ സമ്മർദ്ദം മൂലമാണ് BJP മറാഠി മേയർ തെരഞ്ഞെടുക്കേണ്ടി വന്നതെന്ന് ശിവസേന UBT നേതാവ് സഞ്ജയ് റൌട്ട് ആരോപിച്ചു. രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ നഗരസഭയായ BMC-യുടെ 2025-26 ബജറ്റ് 74,450 കോടി രൂപയാണ്. പുതിയ മേയറുടെ നേതൃത്വത്തിൽ മുംബൈയുടെ ഭരണത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കാത്തിരിക്കുകയാണ് നഗരം. അതേസമയം മുംബൈയിലെ അനധികൃത കച്ചവടക്കാർക്കെതിരെയും കയ്യേറ്റക്കാർക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്ന് റിതു താവ്ഡെ പറഞ്ഞു. इल्लीगल बांगलादेशी हॉकर्स बसलेले आहेत, त्यांचे जात प्रमाणपत्र, त्यांचे आधार कार्ड या ठिकाणी चेक करून जर ते बोगस असेल तर त्या ठिकाणाहून त्यांना उठवलं जाईल. ആരെങ്കിലും ഫുട്പാത്തുകളിൽ നിയമവിരുദ്ധമായി കയ്യേറാൻ ശ്രമിച്ചാൽ അവരെ പോലീസിന് കൈമാറുമെന്നും റിതു താവ്ഡെ വ്യക്തമാക്കി. രാജ്യവ്യാപകമായ ദേശീയ പണിമുടക്കിന് മുന്നോടിയായി മഹാരാഷ്ട്രയിൽ വിവിധ മേഖലകളിൽ പ്രതിഷേധ സമരങ്ങൾ നടന്നു. ബീഡ് ജില്ലയിലെ സ്ഥിരസാലയിൽ കർഷകരും കർഷക തൊഴിലാളികളും ചേർന്ന് വിപുലമായ പ്രതിഷേധ ജാഥകൾ സംഘടിപ്പിച്ചു. अरे कामगार कायदा रद्द झालाच पाहिजे. अरे कामगारांची सामाजिक सुरक्षा काढून घेणारा नवी कामगार संहिता रद्द झालीच. വിളവുകൾക്ക് ന്യായമായ വില വേണം, തൊഴിലാളികൾക്ക് സുരക്ഷ ഉറപ്പാക്കണം. മുദ്രാവാക്യങ്ങളാൽ മുഴങ്ങിയ മഹാരാഷ്ട്രയിലെ സ്ഥിരസാലയിലെ പ്രധാന വേദികൾ. രാജ്യവ്യാപകമായ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കർഷകരും തൊഴിലാളികളും മഹാരാഷ്ട്രയിലെ വിവിധ ഭാഗങ്ങളിലായി പ്രതിഷേധ മാർച്ചിൽ അണിനിരുന്നത്. വിളവുകൾക്ക് താങ്ങുവില നിയമപരമായി ഉറപ്പാക്കണം, വിലക്കയറ്റം നിയന്ത്രിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണം, തൊഴിലാളികൾക്ക് വേതനവും സാമൂഹ്യ സുരക്ഷയും ഉറപ്പാക്കണം എന്നിങ്ങനെയാണ് പ്രധാന ആവശ്യങ്ങൾ. പ്രതിഷേധ ജാഥ ഗ്രാമങ്ങളിൽ നിന്ന് ആരംഭിച്ച് കളക്ടർ ഓഫീസുകളിലെത്തി നിവേദനം സമർപ്പിച്ചു. കർഷകരുടെ ശബ്ദം കേൾക്കാതെ മുന്നോട്ടു പോകാനാകില്ല. अरे शेतकऱ्याला देशोधडीला लावणारा नवा अमेरिका करार रद्द झालाच पाहिजे. പ്രതിഷേധ സമരത്തിൽ മുഴങ്ങിക്കെട്ട മുദ്രാവാക്യങ്ങൾ. വിവിധ കർഷക തൊഴിലാളി സംഘടനകളുടെ നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും പങ്കെടുത്ത പ്രതിഷേധ മാർച്ച് സമാധാനപരമായിരുന്നുവെങ്കിലും പ്രതിഷേധത്തിന്റെ ശക്തമായ സന്ദേശം സർക്കാരിലെത്തിച്ചു. തെരുവുകളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ബൂത്തിലേക്ക്, അവഗണനയിൽ നിന്ന് അംഗീകാരത്തിലേക്ക്. മുംബൈയിലെ സീലാശ്രമത്തിലെ 200-ലധികം അന്തേവാസികൾ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലേക്ക് സ്വന്തം പേരെഴുതി ചേർത്തു. മഹാരാഷ്ട്രയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് കഴിഞ്ഞ ദിവസം പൻവേൽ മണ്ഡലത്തിലെത്തി ആത്മവിശ്വാസത്തോടെ വോട്ട് രേഖപ്പെടുത്തി ഇവരെല്ലാം പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നത്. ഒരിക്കൽ മുംബൈയിലെ തെരുവുകളിൽ ആരും തിരിഞ്ഞു നോക്കാതെ കഴിയേണ്ടി വന്ന ജീവിതങ്ങൾ. ഇന്ന് അടയാളവും അംഗീകാരവും സ്വാഭിമാനം നേടിയ പൗരന്മാരായി പോളിംഗ് ബൂത്തിലെ ക്യൂവിൽ. പലർക്കും വോട്ടവകാശം ഒരു സാധാരണ കാര്യമായിരിക്കും, എന്നാൽ ഇവർക്കത് ജീവിതത്തിലെ ചരിത്ര നിമിഷമാണ്. സീലാശ്രമത്തിന്റെ രക്ഷയും പുനരധിവാസവും അവർക്ക് നൽകിയത് ഒരു ജീവിതം മാത്രമല്ല, ഒരു തിരിച്ചറിയലാണ്. വോട്ട് ചെയ്യുമ്പോൾ പലർക്കും കണ്ണുകളിൽ ആത്മവിശ്വാസത്തിന്റെ നിറവായിരുന്നു. വോട്ട് ചെയ്യാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരമാണെന്നായിരുന്നു പലരുടെയും പ്രതികരണം. സീലാശ്രമത്തിന്റെ സ്ഥാപകൻ പാസ്റ്റർ KM ഫിലിപ്പ് പറയുന്നത് ഇങ്ങനെ: തെരുവിൽ വീണ് കിടക്കുന്നവരെ രക്ഷിച്ച് ഭവനത്തിൽ കൈക്കൊണ്ടു. മരിച്ചു പോകുമെന്ന് കരുതിയവർ സൗഖ്യത്തിലേക്ക് നടന്നു. ഇന്നവർ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ പങ്കാളികളായി തീർന്നു. ഒരിക്കലും എഴുന്നേറ്റ് നടക്കത്തില്ല എന്ന് കരുതിയവർ ഈ രാജ്യത്തിൻ്റെ ഭാവി പകതയെ നിർണ്ണയിക്കുന്നതിൽ പങ്കാളിത്തം വഹിക്കും. വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമം കാണിച്ചെന്ന പരാതികൾക്കിടയിൽ ഇത്തരം കാഴ്ചകൾ ജനാധിപത്യത്തിന്റെ നിശബ്ദ വിപ്ലവമാണ്. സമൂഹത്തിന്റെ അവസാന നിരയിലുള്ളവരും ജനാധിപത്യത്തിന്റെ മധ്യത്തിലേക്ക് എത്തുമ്പോൾ അവിടെയാണ് യഥാർത്ഥ രാഷ്ട്രനിർമ്മാണം ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ മാരിടൈം മേഖലയ്ക്ക് നിർണായക ചർച്ചകൾക്ക് വേദിയായി മുംബൈ. അന്താരാഷ്ട്ര ഷിപ്പ് സപ്ലയേഴ്സിന്റെയും മാരിടൈം സേവനദാതാക്കളുടെയും കൂട്ടായ്മയായ ISSA-യുടെ ഇന്ത്യ റീജിയണൽ മീറ്റിംഗ് മുംബൈയിൽ നടന്നു.
ഇന്ത്യയിൽ ഒരു ദേശീയ ഷിപ്പ് സപ്ലയർ അസോസിയേഷൻ രൂപീകരിക്കാനുള്ള സാധ്യതകളാണ് സമ്മേളനത്തിൽ സംബന്ധിച്ചത്. ലോകത്തെ 42 രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ഷിപ്പ് സപ്ലയേഴ്സ് ആൻഡ് സർവീസസ് അസോസിയേഷൻ ഇന്ത്യയിലെ മാരിടൈം രംഗത്തിന് പുതിയ ദിശ തുറക്കുകയാണ്. മുംബൈയിലെ ലളിത് ഹോട്ടലിൽ നടന്ന ISSA ഇന്ത്യ റീജിയണൽ മീറ്റിംഗ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഷിപ്പ് സപ്ലയേഴ്സിനെയും മാരിടൈം സേവനദാതാക്കളെയും അന്താരാഷ്ട്ര പ്രതിനിധികളെയും ഒരേ വേദിയിലെത്തിച്ചു. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ISSA പ്രസിഡന്റ് റാഫേൽ ഫെർണാണ്ടസ് ഇന്ത്യയിൽ ഒരു ദേശീയ ഷിപ്പ് സപ്ലയർ അസോസിയേഷൻ രൂപീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം വിശദീകരിച്ചു. So I think today people have demonstrated that they are willing to be together to become one unique association, and that will give them a lot of benefit. ഇത്തരമൊരു അസോസിയേഷൻ നിലവിൽ വന്നാൽ ഇന്ത്യക്ക് ISSAയുടെ ആഗോള നയരൂപീകരണത്തിൽ നേരിട്ട പങ്കാളിത്തം ഉറപ്പാക്കാനാകുമെന്നും സമ്മേളനത്തിൽ ചർച്ചയായി. രാജ്യവ്യാപകമായി ഏകോപിതമായ ഒരു ദേശീയ അസോസിയേഷൻ രൂപീകരിക്കുന്നതാണ് പ്രധാന അജണ്ടയെന്ന് ആഗോള സംഘടനയുടെ ഇന്ത്യൻ പ്രതിനിധി അജയ് ജോസഫ് കൈലി ന്യൂസിനോട് പറഞ്ഞു. So this the main agenda is the formation of national association in India for ship suppliers. So ISA President Mr. Rafael Fernandez and the team, executive board, they offered the full support to form a national association in India. സമ്മേളനത്തിൽ പങ്കെടുത്ത അന്താരാഷ്ട്ര പ്രതിനിധികളും ദേശീയതല അസോസിയേഷനെ സ്വാഗതം ചെയ്തു. Yeah, the conference has been great. I think it's a very good step in the right direction for India, in my opinion at least, of forming a national association for this country, this very big and important country that we would in ISA welcome with open arms, I think. So it's been excellent. If we have 100 members, it makes a difference. ഇന്ത്യയിലെ ഷിപ്പ് വിതരണ രംഗം നേരിടുന്ന വെല്ലുവിളികളും വിപുലമായ തുറമുഖ സാധ്യതകളും പാനൽ ചർച്ചകളിൽ വിലയിരുത്തി. Because India is a very important country for the shipping community, we always intend to come here to make a regional meeting and support the members which are associated members, together them together and create a national association. This is our main target. ഈ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇത്തരം കൂട്ടായ്മകൾ സഹായകമാകുമെന്ന് കയറ്റുമതി രംഗത്തെ പ്രമുഖനായ MK നവാസ് പറഞ്ഞു. ഗ്ലോബൽ ലെവലിലുള്ള ഷിപ്പ് ചാനൽ ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്നവർക്ക് വളരെയധികം സഹായകമാണ്. ഇന്ത്യയിൽ ഈ ബിസിനസ്സിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, ഇതിൻ്റെ പുരോഗതിയെപ്പറ്റി ഇവർ ചർച്ച ചെയ്തത്, ഇനി ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ, GST ആയാലും കസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളായാലും ഗവൺമെൻറ്റുമായിട്ട് പ്രശ്നങ്ങളായാലും, അതാണ് ഇന്ന് ഈ കോൺഫറൻസിൽ ഇവർ ചർച്ച ചെയ്തത്. മാരിടൈം ബിസിനസ്സിലെ ഗുണനിലവാരവും വ്യവസായ നൈതികതയും ആഗോള സ്റ്റാൻഡേർഡുകളും ഉറപ്പാക്കുന്നതിൽ ISSAയുടെ പങ്ക് പ്രതിനിധികൾ പങ്കുവച്ചു. In Asia, there will be a tremendous influence. We have agreed to several things which the details are not yet available. But there again, a new kind of relationship between India and Asia, in fact, and the United States. So there is a Quad, as you know. Quad was set up in order to meet the Chinese challenge. ഇന്ത്യയുടെ ബ്ലൂ എക്കണോമി വികസനത്തിൽ ഷിപ്പ് സപ്ലൈ മേഖലയ്ക്ക് നിർണായക പങ്കുണ്ടെന്നും അത് ശക്തിപ്പെടുത്താൻ ഇത്തരമൊരു കൂട്ടായ്മ അനിവാര്യമാണെന്നും പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. So for example, there are many issues that they could work together, they can request together, and individually it's completely impossible to get any target. ഇന്ത്യൻ മാരിടൈം രംഗം ആഗോള വേദികളിൽ കൂടുതൽ ശക്തമായി അടയാളപ്പെടുത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാകുകയാണ് ISSA ഇന്ത്യ റീജിയണൽ സമ്മേളനം. So it will take some time, but I think it will have good results. ISA with Indian association will be much more powerful. ലോകത്തെ ഷിപ്പ് സപ്ലൈ വ്യവസായത്തിൽ ഇന്ത്യക്ക് കൂടുതൽ ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് ISSA ഇന്ത്യ റീജിയണൽ മീറ്റിംഗ് മുന്നോട്ട് വയ്ക്കുന്നത്. A country like India, if they form a national association, they can come onto our assembly and they can help ISA to forge international rules and regulations. So it's very, very important. But India is a big trading country. ഒരു ദേശീയ ഷിപ്പ് സപ്ലയർ അസോസിയേഷൻ രൂപീകരിക്കാനുള്ള നീക്കം യാഥാർത്ഥ്യമായാൽ ഇന്ത്യൻ മാരിടൈം മേഖലയ്ക്ക് ആഗോള വേദികളിൽ കൂടുതൽ സ്വാധീനം നേടാനാകും. കലയുടെയും സംസ്കാരത്തിന്റെയും മഹാസംഗമത്തിന് വേദിയൊരുക്കി താനെയുടെ ഐക്കോണിക് ലൊക്കേഷനായ ഉപവൻ തടാകം 11ാമത് സംസ്കൃതി ആർട്ട് ഫെസ്റ്റിവലിന് പരിസമാപ്തി കുറിക്കുമ്പോൾ കേരളീയ നൃത്തരൂപങ്ങളടക്കം 600-ലധികം കലാകാരന്മാർക്കാണ് വേദിയൊരുങ്ങിയത്. സംസ്കാരത്തിന്റെ പവിത്രമായ യാത്ര എന്നർത്ഥം വരുന്ന വാരി എന്ന പ്രമേയത്തിലൂന്നിയുള്ള വർണ്ണാഭമായ ശോഭയാത്രയോടെയാണ് മേളയ്ക്ക് തുടക്കമായത്. ഗതാഗത മന്ത്രി പ്രതാപ് സർനായിക് സംസ്കൃതി ആർട്ട് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു.
പ്രശസ്ത ഗായകൻ ഷാൻ ഉൾപ്പെടെയുള്ളവരുടെ ലൈവ് പെർഫോമൻസുകൾ കലാസന്ധിയെ സംഗീതമയമാക്കി. കേരളീയ സംസ്കാരത്തിന്റെ ആത്മീയ താളങ്ങൾ പകരുന്ന തെയ്യം, ഡിവൈൻ മ്യൂസിക് ആൻഡ് ഡാൻസ് പ്രേക്ഷകരിൽ വലിയ ആവേശമുണർത്തി. മേലേറിക്കാതിറങ്ങി കാടിറങ്ങി മേടിറങ്ങി വരണുണ്ട് ഞങ്ങള് തെയ്യക്കോലങ്ങൾ. ഏറെ സഹിച്ചുമടുത്ത് തീയും പുകയേറ്റോരെ നിങ്ങൾ വീടം വെച്ചു പൂജിച്ചോരെ. ഇന്നും പെൺകിടാങ്ങളെ തീറ്റി കൊല്ലുമ്പോ ഞങ്ങൾക്കെന്തിന് വീടോ തോറ്റം പാട്ടും. കേരളത്തിന്റെ വിവിധ നാടോടി കലാരൂപങ്ങൾ അവതരിപ്പിച്ച മാമാങ്കൻ ഡാൻസ് ക്രൂയുടെ പ്രകടനം ശക്തമായ താളങ്ങളും ചലനങ്ങളും കൊണ്ട് വേദിയെ ത്രസിപ്പിച്ചു. വിളക്കാട്ടം എന്ന കേരളീയ കലാരൂപം അവതരിപ്പിച്ച നൃത്യാർപ്പണ സംഘത്തിന്റെ പ്രകടനം ദൃശ്യ സൗന്ദര്യത്തിലും ശാസ്ത്രീയതയിലും ശ്രദ്ധ പിടിച്ചുപറ്റി. കാലാതീതമാണെന്നും പുതിയ തലമുറയിലേക്ക് കൈമാറുന്നതിനുള്ള വേദികളാണ് സംസ്കൃതി ആർട്ട് ഫെസ്റ്റിവൽ പോലുള്ള സാംസ്കാരിക കൂട്ടായ്മകളെന്നും ഈ കലാസന്ധ്യ തെളിയിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കാണാം മഹാരാഷ്ട്രയിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും.